ജയചന്ദ്രൻ സാറും സിത്താര ചേച്ചി അവരൊക്കെയായിരുന്നു ജഡ്ജസ്. അന്ന് ഞാൻ സംഗീതമയാണ് ലാസ്റ്റ് പാടിയത്. അത് ഭയങ്കര വൈറലായ ഒരു പാട്ടായിരുന്നു. അതായത് ഓഡിഷൻ കഴിഞ്ഞിട്ട് ഞാൻ ഇറങ്ങി വരുമ്പോ കരയൊക്കെ ചെയ്ത് ഞാനിങ്ങനെ പറഞ്ഞു എനിക്ക് പോണം. അപ്പൊ അമ്മയും അച്ഛനും പറഞ്ഞു പണ്ടത്തെ പോലെയല്ല, ഞങ്ങള് നിന്നെ നോക്കിയിട്ടുള്ള ഒരു പ്രായം കഴിഞ്ഞു, നിനക്കാണ് ഇനി ഫുൾ ഉത്തരവാദിത്വം, നീ പ്രാക്ടീസ് ചെയ്യും, നിനക്ക് പറ്റുന്നുണ്ടെങ്കിൽ നിനക്ക് ഉറപ്പുണ്ടെങ്കിൽ നീ പോയിക്കോ അങ്ങനെ പറഞ്ഞു. ഞാൻ പറഞ്ഞു എനിക്ക് എന്തായാലും പോണം. ഞാൻ ചിത്രാമ്മന്റെ അടുത്ത് പോയി, ചിത്രാമ്മ ഒരുപാട് സന്തോഷം, ഞാൻ കാലിലോട്ട് തീർത്ഥക്കുട്ടിയല്ലേ എന്ന് ചോദിച്ചു. ഞാനത് കേട്ടിട്ട് ഞാൻ എങ്ങനെയാ എന്നെ ഓർമ്മ ഉണ്ടാവാ. നമസ്കാരം. ഇന്നത്തെ നമ്മുടെ ഗസ്റ്റ് റിയാലിറ്റി ഷോസിലൂടെ നമ്മുടെ മനസ്സ് കീഴടക്കിയ ഒരു സോൾഫുൾ വോയിസ് തീർത്ഥ സത്യൻ. സ്വാഗതം ചെയ്യാം ടോക്ക് ഫ്രെയിംസിലൂടെ. നമസ്കാരം തീർത്ഥക്കുട്ടി, എന്തൊക്കെയുണ്ട് വിശേഷങ്ങള്? നല്ല വിശേഷം, സ്റ്റാർ സിംഗർ ഇങ്ങനെ അങ്ങനെ എന്താ പറയാ, ഇതിന്റെ ഫൈനലോട്ട് ഇങ്ങനെ അടുത്തുകൊണ്ടിരിക്കുന്ന ടെൻഷനിലും സ്ട്രെസ്സിലൊക്കെ ആണോ? ഉറപ്പായിട്ടും അതെ, കോമ്പറ്റീഷൻ ആണല്ലോ. അതെ, അതിൻ്റെതായിട്ടുള്ള നല്ല സ്ട്രെസ് ഉണ്ട്, പക്ഷെ അത് അതിന്റെ ഒപ്പം തന്നെ എൻജോയും ചെയ്യുന്നുണ്ട്. നിങ്ങളവിടെ ലൈക്ക് ഇത് പറഞ്ഞ പോലെ കോമ്പറ്റീഷൻ ആണ്, പക്ഷെ എല്ലാരും കൂടി നല്ലൊരു ഫ്രണ്ട്സ് ആയിട്ടുള്ളൊരു ജേണി ആയിരിക്കുമല്ലോ അല്ലേ? നമ്മള് ഒരു 16 പേരായിട്ടാണ് തുടങ്ങിയത്, ഇപ്പൊ 10 പേരായി. അപ്പോ എന്താ, നമ്മളെല്ലാരും ഒരു ഫാമിലി പോലെയാണ്. ഒരു കൊല്ലത്തോളം ആയി ഇപ്പൊ നമ്മുടെ ഷോ തുടങ്ങിയിട്ട്. അതിന്റെ ഇടയിൽ ബ്രേക്ക് ഉണ്ടായിരുന്നു ബിഗ് ബോസിന് വേണ്ടി 3 മാസം. അപ്പൊ മൊത്തത്തിലൊരു കൊല്ലൊക്കെ ആയി. അപ്പൊ എല്ലാരും നന്നായിട്ട് അറിയാം, എല്ലാരും ഒരു ഫാമിലി പോലെയാണ്. എല്ലാവരുടെയും എന്താ പറയാ, ലോസിലും എല്ലാരും സംസാരിക്കുന്നതും മ്യൂസിക് ആണ്. അതെ, ഉറപ്പായിട്ടും. അവിടെ എല്ലാരായിട്ടും ഭയങ്കര കമ്പനിയാണ്. പിന്നെ വലിയ വലിയ മ്യൂസീഷ്യൻസ് ആണ് എല്ലാരും. ഞാനും എല്ലാവരുടെയും ഫാനാണ്, എല്ലാരെയും ഒരുപാട് പഠിക്കാറുണ്ട്. നല്ല രസാണ്. സ്റ്റാർട്ടിങ് മോള് ഫസ്റ്റ് വന്നത് കുട്ടി പട്ടുമാൽ കൈരളി ടിവിയുടെ, പിന്നെ ഫ്ലവേഴ്സിന്റെ ടോപ്പ് സിംഗർ സീസൺ 1 ഉണ്ടായിരുന്നു. കുട്ടി പട്ടുമാൽ എത്ര വയസ്സിലാണ് വന്നത്? 10 വയസ്സ്. കുട്ടി പട്ടുമാല പറയുമ്പോ മാപ്പിള സോങ്സ് ആണ് അധികം അല്ലേ? അതില് എങ്ങനെ ഉണ്ടായിരുന്ന ഒരു എക്സ്പീരിയൻസ്? കാരണം 10 വയസ്സൊക്കെ പറയുമ്പോ ചെറിയ കുട്ടിയല്ലേ, പ്രത്യേകിച്ച് മാപ്പിള സോങ്സ് ഒക്കെ പാടുമ്പോ അതിന്റെ ഡിക്ഷൻ വളരെ ഇമ്പോർട്ടന്റ് ആണ്. ഞാൻ മലപ്പുറത്തായതുകൊണ്ട് അതിനായിട്ടുള്ള എന്താ പറയാ എക്സ്പോഷർ കുറച്ചും കൂടെ ഉണ്ട്. അപ്പൊ ഞാൻ കുഞ്ഞിതാകുമ്പോ അമ്മയ്ക്ക് ഭയങ്കര പാട്ട് ഇഷ്ടമാണ്. അപ്പൊ അമ്മ എവിടെങ്കിലും എന്തെങ്കിലും ഓപ്പർച്യൂണിറ്റി ഉണ്ടോ എന്ന് പറഞ്ഞാൽ എങ്ങനെങ്കിലും എല്ലായിടത്തും നോക്കും. ഒരു ദിവസം ഇങ്ങനെ പരസ്യം കണ്ടിട്ട് ഒരു അക്കാഡമി ഉണ്ട്, AKMSA എന്ന് പറഞ്ഞിട്ടുള്ള. അപ്പോൾ KMK വെള്ളയിൽ നിന്നാണ് സാറിന്റെ പേര്, അക്കാഡമി. സാർ ഇപ്പൊ ഇല്ല നമ്മളെ കൂടെ. അപ്പൊ സാറാണ് എന്നെ ആദ്യമായിട്ട് സാറിന്റെ അക്കാഡമിയിൽ പോയിട്ട് ഇങ്ങനെ ആദ്യമായിട്ട് മാപ്പിളപ്പാട്ടൊക്കെ ഞാൻ കേട്ട് പഠിക്കുന്നത്. ഞാൻ ക്ലാസിക്കലാണ് ട്രെയിൻ ചെയ്യുന്നത്, ഒരു 5 വയസ്സ് തൊട്ട് പഠിക്കുന്നുണ്ട് കർണാട്ടിക്. അപ്പൊ അതിന്റെ മാത്രല്ലേ നമുക്കുള്ളൂ. അപ്പൊ അതിൽ നമ്മൾ ലൈറ്റ് മ്യൂസിക്കോ അല്ലാത്ത സ്റ്റേജില് ഒന്നും പാടുന്നതായിട്ടൊന്നും ഇല്ലല്ലോ. അപ്പൊ അങ്ങനെയാണ് ഇങ്ങനെ മാപ്പിളപ്പാട്ടിലേക്ക് വരുന്നത്. പിന്നെ അത് കഴിഞ്ഞ അവിടെ തന്നെ ഒരു ലോക്കൽ റിയാലിറ്റി ഷോ ഉണ്ടായിരുന്നു, ഷാബാൻ നിലാവ് എന്ന് പറഞ്ഞിട്ട്. അപ്പൊ അന്ന് എനിക്ക് 10 വയസ്സ്. അപ്പൊ അന്ന് ഞാൻ വലിയ വലിയ ചേട്ടന്മാരെ കൂടെ ഒക്കെ മത്സരിച്ച് അന്ന് അതില് വിന്നറായി. പട്ടുമാലിന് വരണ മുമ്പേ നമ്മുടെ നാട്ടിലൊക്കെ നടക്കുമല്ലോ ഒരു ദിവസത്തെ 1 ഡേ ഒരു റിയാലിറ്റി ഷോ. അപ്പൊ അതില് 3 റൗണ്ട് ഉണ്ടായിരുന്നു. വലിയ വലിയ ചേട്ടന്മാരും ചേച്ചിമാരും ആയിരുന്നു. അപ്പൊ അവരെ കൂടെ മത്സരിച്ച് എനിക്ക് ഫസ്റ്റ് കിട്ടി. അപ്പൊ അങ്ങനെയാണ് ഇതിലേക്ക് വരുന്നത്. ഞാൻ ആദ്യമായിട്ട് ഷബീർക്ക എന്ന് പറഞ്ഞ ഞങ്ങക്ക് ഒരു അങ്കിളുണ്ട്. അങ്കിള് ഇപ്പൊ ഷബീർക്ക ഞങ്ങളെ ഇങ്ങനെ അതിനടുത്തതിന് പോണം എന്നൊക്കെ പറഞ്ഞ് അങ്ങനെ പട്ടുമാലിന്റെ ഇത് കണ്ടു, പരസ്യം കണ്ടു, ഓഡീഷന്റെ. ഓഡീഷൻ പോയി ഫസ്റ്റ് നമ്പർ ആയിരുന്നു ഞാൻ ആദ്യമായിട്ട് ഓഡീഷൻ ചെയ്യുന്നത്. അങ്ങനെ സെലക്ഷൻ കിട്ടി. ഓഡീഷനിൽ ഫസ്റ്റ് നമ്പർ ഭയങ്കര ടെൻഷൻ ആയിട്ട്. ഇവിടെ എറണാകുളത്ത് തന്നെ ആയിരുന്നു ഫസ്റ്റ് ഓഡീഷൻ. ഏതാണ് പാട്ട് പാടിയത്? ഏതാ അവര് പറഞ്ഞു പാടാൻ? തിരുദൂതരെ എന്ന് പറഞ്ഞിട്ടുള്ള ഒരു പാട്ടാ. തിരുദൂതരേ മഹമൂദരേ ഒരു ജ്ഞാനപ്പൂകൾ പാടുവേ. ഭയങ്കര രമേശ് നാരായണൻ സാറ് പാടിയ പാട്ടാ. ഞാൻ ക്ലാസിക്കല് പഠിച്ചോണ്ട് തന്നെ ഇങ്ങനത്തെ പാട്ടുകൾ പാടുമ്പോ എനിക്ക് കുറച്ചും കൂടെ അതിലൊരു ഇതുണ്ടായിരുന്നു. അപ്പൊ നിസാർ തൊടുപുഴ എന്ന് പറഞ്ഞ സാറാണ് എന്നെ മാപ്പിളപ്പാട്ട് ട്രെയിൻ ചെയ്തത്. അപ്പം ആദ്യമായിട്ട് മാഷ് പഠിപ്പിച്ച എന്റെ ആ പാട്ടാണ്. ആ പാട്ടിന്റെ ഞാൻ ഓഡീഷനും പാടി
എല്ലാവർക്കും ഭയങ്കര ഇഷ്ടമായി. അന്ന് ജഡ്ജസ് ആരായിരുന്നു? അന്ന് നജീംക, സജ്ലി സലീം, പിന്നെ ജിഷ എന്ന് പറഞ്ഞൊരു ആന്റി, ജിഷ നവീൻ, ചേച്ചി അതായിരുന്നു. അവര് മൂന്നുപേരായിരുന്നു ജഡ്ജസ്. അപ്പൊ ഈ ഡിക്ഷനൊക്കെ അവിടെ ഗ്രൂമേഴ്സ് തന്നെ കറക്റ്റ് ചെയ്തിട്ട് ഒന്നുമില്ല, അതൊക്കെ അങ്ങനെ കൊറേ അങ്ങനെ പാടി ശരിയായി. കാരണം എനിക്ക് അന്ന് ഞാനിപ്പോ യൂട്യൂബിൽ കണ്ടൊരു പാട്ട് അലിഫെന്ന മാണിക്ക് എനിക്ക് ഭയങ്കര ഇഷ്ടമുള്ള ഒരു പാട്ടാണ്. അത് ഓർമ്മയുണ്ടോ? അതിന്റെ വരികൾ ഓർമ്മയുണ്ടോ? പണ്ട് പാടിയതാണ്. അലിഫെന്ന മാണിക്യം ലാമായ നീമിൽ അകമീയമായി അഹമ്മദായി ആലമെല്ലാം ആക്കിയ തമ്പുരാൻ എൻ തമ്പുരാനെ പിഴ നീ പൊറുക്കല്ല. അതെ, കൊറേ ആയല്ലോ പാടിയിട്ട്. പക്ഷെ നല്ല നല്ല സോങ്, നല്ല ടഫാണ് അല്ലേ? ഈ ലിറിക്സ് കുറച്ച് കറക്റ്റ് പറഞ്ഞിട്ടില്ലെങ്കിൽ ഭയങ്കര ബുദ്ധിമുട്ടാണ്. കാരണം അത് ഭയങ്കര ഇമ്പോർട്ടന്റ് ആണല്ലോ. അത് കഴിഞ്ഞിട്ട് പിന്നെ ഞാൻ വരുന്നത് ഫ്ലവേഴ്സ് ടോപ്പ് സിംഗർ. ഫ്ലവേഴ്സ് ടോപ്പ് സിംഗർ സീസൺ 1 ആണ്. അതിൽ പാടിയ പാട്ട് ഫസ്റ്റ് ഓഡിഷന് പാടിയതൊന്നും ഓർമ്മയില്ല. 4 റൗണ്ട് ആയിരുന്നു ഞങ്ങൾക്ക് ഉണ്ടായിരുന്നു. അപ്പൊ ഫസ്റ്റ് 2 റൗണ്ട് കഴിഞ്ഞപ്പോഴാണ് പ്രളയം വന്ന് സ്റ്റോപ്പൊക്കെ ആയി. 2018. അപ്പൊ ആ സമയത്താണ് എനിക്ക് വിജയ് TV സൂപ്പർ സിംഗർ ഉണ്ടല്ലോ, അപ്പൊ അവിടുന്ന് വിളിച്ചു. അപ്പൊ അപ്പം എവിടെ പോണെന്ന് കൺഫ്യൂഷൻ, ഇത് നടക്കുവോ ഇല്ലയോ നമുക്ക് അറിയൂല്ലോ. വിജയ് TV അങ്ങോട്ട് പോണ്ടേ? ചെന്നൈയിൽ പോവും വേണം. അപ്പൊ ഇവിടെയൊക്കെ വിളിച്ച് ചോദിച്ച്, അപ്പൊ എന്തായാലും ഉണ്ടാവും ഷോ, എന്തായാലും നടക്കും, കുറച്ച് വെയിറ്റിംഗ് പീരീഡ് ഉണ്ടാവും, അത് കഴിഞ്ഞാൽ എന്തായാലും ടോപ്പ് സിംഗർ സ്റ്റാർട്ട് ചെയ്യുമെന്ന് പറഞ്ഞു. അങ്ങനെ ലാസ്റ്റ് ഓഡീഷൻ 4 ഓഡീഷൻ കഴിഞ്ഞ് ഫൈനൽ ഓഡീഷൻ സ്റ്റേജിൽ വെച്ചിട്ട് തന്നെയായിരുന്നു. അപ്പൊ MG സാറും എം ജയചന്ദ്രൻ സാറും സിത്താര ചേച്ചി അവരൊക്കെയായിരുന്നു ജഡ്ജസ്. അന്ന് ഞാൻ സംഗീതമയാണ് ലാസ്റ്റ് പാടിയത്. അത് ഭയങ്കര ടഫ് ആയിട്ടുള്ള സോങ്, ഭയങ്കര വൈറലായ ഒരു പാട്ടായിരുന്നു. അതായത് ഓഡിഷൻ കഴിഞ്ഞിട്ട് ഞാൻ ഇറങ്ങി വരുമ്പോ കരയൊക്കെ ചെയ്ത് ഒരു മെഡൽ ഇട്ട് തരുമായിരുന്നു. എനിക്ക് ഇന്നസെന്റ് ആംഗിൾ ആ മെഡൽ ഇട്ട് തന്നെ, സെലക്ടഡ് യു ആർ സെലക്ടഡ് എന്ന് പറഞ്ഞിട്ട് മെഡൽ ഇട്ട് ഞാൻ തിരിച്ചു വരുമ്പോ അച്ഛന് മെഡലൊക്കെ ഇട്ട് കൊടുത്ത്. അപ്പൊ അതങ്ങനെ ഭയങ്കര ഒരുപാട് ആൾക്കാർ കണ്ട ഒരു ഇതായിരുന്നു. അത് കഴിഞ്ഞിട്ട് പിന്നുള്ളതാണ് ഇതിലോട്ട് പിന്നെ ഒരു ഗ്യാപ്പ് എടുത്തു. ടോപ്പ് സിംഗർ എന്ന് പറഞ്ഞാൽ ഭയങ്കര ഹിറ്റ് ഒരു ഷോ ആയിരുന്നു. അല്ല എല്ലാരും കുട്ടികൾക്ക് എല്ലാവർക്കും അറിയുന്ന, നമുക്ക് പുറത്തിറങ്ങിയാലൊക്കെ ഒരുപാട് ആൾക്കാർ വന്ന് അങ്ങനെയായിരുന്നു. അപ്പൊ എനിക്ക് എന്തുകൊണ്ടും ഒരു ടേണിംഗ് പോയിന്റ് ആയിരുന്നു ആ ഒരു സമയം. എന്താ ചെയ്തിട്ടുണ്ടായിരുന്നു? ഞാനപ്പോ 8th പഠിക്കായിരുന്നു. 13 വയസ്സ്. അപ്പൊ 8th സൂപ്പർ ജൂനിയർ. അതെ, ഇതൊരു 2.5 കൊല്ലത്തോളം ഷോ പോയി. ഡെയിലി ആയിരുന്നു ഷോ ഉണ്ടായിരുന്നത്. അപ്പൊ എല്ലാരും ഭയങ്കര ഇഷ്ടമുള്ള ഷോ ആയിരുന്നു ആ സമയത്ത്. അപ്പൊ അതിലങ്ങനെ ഞാൻ ഭയങ്കരമായിട്ട് എക്സൽ ചെയ്തിട്ട് പാടാനൊന്നും പറ്റിയിട്ടില്ലെങ്കിലും ഞാൻ ക്ലാസിക്കലായിരുന്നു നന്നായിട്ട് പാടുക. അപ്പൊ ക്ലാസിക്കൽ മ്യൂസിഷ്യൻ ഓഫ് ടോപ്പ് സിംഗർ എന്ന് പറഞ്ഞ ഒരു ടൈറ്റിലാണ് കിട്ടിയത്. നമ്മളെല്ലാരും ഉണ്ടായിരുന്നു ഫിനാലയില്. എലിമിനേഷൻസ് ഒന്നും ഉണ്ടായിരുന്നില്ല. സ്ട്രെസ് ഫ്രീ ആയിരുന്നു കുറച്ച്. എലിമിനേഷൻ ഇല്ലാന്ന് പറയുമ്പോ തന്നെ നമ്മുടെ മൈൻഡ് ഒക്കെ ഒന്ന് നോക്കി. പിന്നെ പക്ഷെ നമ്മൾ 200ഓളം പാട്ടൊക്കെ പാടിയിട്ടുണ്ട് എല്ലാരും. ഡെയിലി ഷോ ആയതുകൊണ്ട്. അത് 1 year ആയിരുന്നു? അല്ല, അത് 2.5 years. അയ്യോ. പിന്നെ അത് കഴിഞ്ഞിട്ട് പിന്നെ ഒരു ഗ്യാപ്പ്. അല്ലപ്പോ വിജയ് ടിവിയിൽ അപ്പൊ പോയില്ല? ഇല്ല, ഞാൻ സൂപ്പർ സിംഗർ പിന്നെ പോയില്ല. വിജയ് ടിവിയിലേക്ക് കോൾ എങ്ങനെ വന്നത്? കാരണം അതും ഫുള്ള് തമിഴല്ലേ? അതെ, അത് എനിക്ക് എന്തോ എന്റെ പാട്ടെന്തോ ഫേസ്ബുക്കിലോ അങ്ങനെ എന്തിലോ കണ്ടിട്ട് അവര് വിളിച്ചതായിരുന്നു. അത് കഴിഞ്ഞിട്ടാണ് പിന്നെ നമ്മുടെ റിയാലിറ്റി മറ്റേ സ്റ്റാർ സിംഗറിലോട്ട് വരുന്നത്, ഏഷ്യനെറ്റിന്റെ. ടോപ്പ് സിംഗർ എന്ന് പറഞ്ഞ ഒരു ഭയങ്കര ടേണിംഗ് പോയിന്റ് ആയിരുന്നു. അപ്പൊ കഴിഞ്ഞപ്പോ പിന്നെ ഞാൻ ഇനി ഒരു ഷോ ചെയ്യില്ല എന്നുണ്ടായിരുന്നു. ടോപ്പ് സിംഗർ കഴിഞ്ഞ് സ്ട്രെസ്സാണ് എന്തായാലും. ഈ കോമ്പറ്റീഷൻ എന്ന് പറയുമ്പോ കുട്ടികളുടെ മാത്രല്ല, കുഞ്ഞു കുട്ടികളാകുമ്പോ പാരന്റ്സും കൂടി അത് ഇൻവോൾവ് ആണല്ലോ. അപ്പൊ പിന്നെ ക്ലാസ്സസും നമുക്ക് മിസ്സാവുന്നുണ്ട്. അതെ, അങ്ങനെ പോയി. ഇനി ഒരു റിയാലിറ്റി ഷോ വേണ്ട, മതിയായി, റിയാലിറ്റി ഷോ ചെയ്യില്ല എന്ന് തന്നെയായിരുന്നു വിചാരിച്ചത്. സ്റ്റാർ സിംഗർ സീസൺ 9 ഒക്കെ കാണുമ്പോൾ ഭയങ്കര മറ്റുള്ള റിയാലിറ്റി ഷോന്ന് ഭയങ്കര വ്യത്യാസമാണ് സ്റ്റാർ സിംഗർ. അതിന്റെ ക്രൂ ആയാലും മ്യൂസിക്കിനെ എന്താ പറയാ അപ്രോച്ച് ചെയ്യുന്ന രീതി ആയാലും നമുക്ക് തരുന്ന സ്പേസ് ആയാലും ഒക്കെ ഭയങ്കര ഡിഫറെന്റ് ആണ്. അപ്പൊ അത് കാണുമ്പോൾ എനിക്ക് ഭയങ്കര ആഗ്രഹം ഉണ്ടായിരുന്നു
അപ്പൊ എന്തൊരു അങ്ങനെ ഒരു സ്റ്റേജില് അങ്ങനെ ഒരു പാട്ടുകൾ കുറെ ഇംപ്രവൈസേഷൻസ് ചെയ്ത് പാടുന്നു. നമ്മുടെ എനിക്ക് തോന്നുന്നു ഓവറോൾ പേഴ്സണാലിറ്റീനെ തന്നെ ഭയങ്കരമായിട്ട് മാറ്റുന്ന, മ്യൂസിക്കിന്റെ അടുത്തുള്ള അപ്രോച്ച് ഒക്കെ മാറ്റുന്ന ഒരു ഷോ ആണ്. അപ്പൊ ഞാൻ കാണുമ്പോ വിചാരിച്ചു, പക്ഷെ ഒരിക്കലും ഞാൻ വിചാരിച്ചിട്ടില്ല ഞാൻ സ്റ്റാർ സിംഗറിൽ വരുന്നോ അല്ലെങ്കിൽ ആ സ്റ്റേജിൽ ഞാൻ ഇത്ര പാട്ട് പാടുന്നൊന്നും ഞാൻ ജന്മത്തിൽ ഞാൻ വിചാരിക്കുന്നില്ല. ഇല്ല. പക്ഷെ എന്താ സീസൺ 9 കഴിഞ്ഞ് ഇങ്ങനെ ഓഡീഷൻ വന്നപ്പോ ഞാനിങ്ങനെ പറഞ്ഞു എനിക്ക് പോണം. അപ്പൊ അമ്മയും അച്ഛനും പറഞ്ഞു പണ്ടത്തെ പോലെയല്ല, ഞങ്ങള് നിന്നെ നോക്കിയിട്ടുള്ള ഒരു പ്രായം കഴിഞ്ഞു, നിനക്കാണ് ഇനി ഫുൾ ഉത്തരവാദിത്വം, നീ പ്രാക്ടീസ് ചെയ്യും, നിനക്ക് പറ്റുന്നുണ്ടെങ്കിൽ, നിനക്ക് ഉറപ്പുണ്ടെങ്കിൽ നീ പോയിക്കോ, അങ്ങനെ പറഞ്ഞു. അപ്പൊ ഞാൻ പറഞ്ഞു എനിക്ക് എന്തായാലും പോണം. അങ്ങനെയാണ് ഓഡീഷൻസിന് പോകുന്നത്. അപ്പൊ പോലും നമ്മൾ ഈ സ്റ്റേജിൽ ഉണ്ടാവുന്നൊന്നും ഒരു ചിന്തയും ഇല്ല. ഓഡീഷൻസ് എന്നൊക്കെ പറഞ്ഞാൽ അറിയാലോ, ഞാൻ കണ്ടിട്ടുള്ള അത്രയും ടാലന്റഡ് ആയിട്ടുള്ള ആൾക്കാർ മൊത്തം ഈ ഓഡീഷന് വന്നിട്ടുണ്ട്. നമ്മളാ മൂലയിലിരുന്ന് ഇങ്ങനെ പ്രാക്ടീസ് ചെയ്യും, ഓഡീഷന്റെ സമയമാകുമ്പോ പോവും, അവിടെ നിന്ന് പാടും, തിരിച്ചു വരും. പക്ഷെ ഒരു ഉറപ്പും ഉണ്ടാവില്ലല്ലോ കിട്ടും. അങ്ങനെ 4-5 ഓഡീഷൻ കഴിഞ്ഞു, സെലക്ട് ആയി. ചിത്രാമ്മയുടെ മുന്നില് ഫസ്റ്റ് ഓഡീഷൻ ചെയ്യുമ്പോ അയ്യോ അതൊക്കെ ഫീൽ എന്താന്ന് പറഞ്ഞു തരാൻ അറിയില്ല. ഞാൻ ചിത്രാമ്മേനെ ഒന്ന് നേരിട്ട് കാണാൻ പോലും പറ്റുന്നു ചോദിക്കാൻ പറ്റും. ചിത്രാമ്മേനെ നേരത്തെ കണ്ടിരുന്നോ എന്നുള്ളത് ഇല്ല, അവിടെ നിന്നാണ് ഫസ്റ്റ് കാണുന്നത്. അമ്മ ഭയങ്കര ചിത്രാമ്മയുടെ ഫാനാണ്. അമ്മ ഇങ്ങനെ വേറെ ആരെയും അങ്ങനെ ഇഷ്ടപ്പെടുവോ അല്ലെങ്കിൽ ആരാധിക്കുകയോ ഒന്നും ചെയ്യുന്ന ആളല്ല. പക്ഷെ ചിത്രാമ്മ എന്ന് പറഞ്ഞാൽ അമ്മയ്ക്ക് അത്രയും ഒരു ദൈവത്തിനെ പോലെയാണ്. അപ്പൊ ഈ ടോപ്പ് സിംഗറിലുള്ള സമയത്ത് തന്നെ വേറെ ഒരുപാട് കുട്ടികളുടെ ഇങ്ങനെ പെർഫോമൻസ് ഒക്കെ കണ്ടിട്ട് ചിത്രാമ്മ വിളിക്കുകയും അവരെ കാണുകയൊക്കെ ചെയ്തിട്ടുണ്ട്. അപ്പൊ എനിക്ക് അങ്ങനെ ഒരു അവസരം ഒന്നും ഉണ്ടായിട്ടേ ഇല്ല. അപ്പൊ അമ്മ എപ്പോഴും പറയും എന്നാ നമ്മളൊന്ന് ചിത്രാമ്മനെ കാണാൻ, ഒന്ന് മുന്നിൽ എപ്പോഴാ പാടാന്ന്. അപ്പൊ ഞാൻ എപ്പോഴും അമ്മയോട് പറയും ഒരു ദിവസം എന്തെങ്കിലും വരുമായിരിക്കാം അങ്ങനെ ഒരു ദിവസം. അപ്പോൾ ഫസ്റ്റ് നമ്മുടെ ഓഡീഷന്റെ മുമ്പേ ഒരു ഗ്രൂമിങ് സെഷൻ ഉണ്ട്. അപ്പൊ ആ സെഷന് ചിത്രാമ്മ വന്നിട്ട് എനിക്ക് പാട്ട് കറക്റ്റ് ചെയ്ത് തരാം. ഞാൻ കുറച്ച് കുട്ടികൾ മാത്രമേ അന്ന് പാടിയുള്ളൂ. ചിത്രാമ്മ വരുന്ന അന്ന് ഗ്രൂമിംഗ് ഉള്ള വളരെ കുറച്ച് പേരേ ഉള്ളൂ. അപ്പൊ രണ്ടാമത്തെ ആള് ഞാൻ ചിത്രാമ്മേനെ മുന്നിൽ വിട്ടു. അവിടെ എല്ലാ ഗ്രൂമേഴ്സും ഉണ്ട്, ചിത്രാമ്മ അവിടെ ഇരിക്കുന്നുണ്ട്. ഞാൻ ചിത്രാമ്മനെ മാത്രമേ കാണുന്നുള്ളൂ, വേറെ ആരും കാണുന്നില്ല. ഞാൻ പാടുമ്പോ ഇങ്ങനെ പറഞ്ഞു തരുമ്പോ ഞാൻ സത്യം പറഞ്ഞത് ഞാൻ എന്ത് വേൾഡിലാണ് മനസ്സിലാവാത്തൊരു സിറ്റുവേഷൻ ഉണ്ടായിരുന്നു. അതൊക്കെ പറഞ്ഞറിയിക്കാൻ എനിക്ക് സംസാരിക്കാൻ തീരെ അറിയാത്ത ആളാണ്. ഫീൽ അത് മനസ്സിലാവില്ല. ചിത്രാമ്മേനെ ഒരു ഫസ്റ്റ് കണ്ട അനുഭവം ഭയങ്കരമായിട്ട് എല്ലാവർക്കും അത് ഭയങ്കര ഒരു ഡ്രീം കം ട്രൂ മൊമെന്റ് ആണ്. ഈ ഓഡീഷന് മുന്നേ ഒരു ദിവസം തൊട്ട് തലേ ദിവസം എനിക്ക് കാസർഗോഡ് ഒരു പ്രോഗ്രാം ഉണ്ടായിരുന്നു. എൻ്റെ ഒരു ഫ്രണ്ട് ഉണ്ട് ഫാത്തിമ അൻഷി. അപ്പൊ അവൾ ത്രൂ എനിക്ക് ഒരു നമ്മുടെ മുതുകാട് സാറിന്റെ ഒരു ഷോ ഉണ്ടായിരുന്നു. അപ്പൊ അതിന് വേണ്ടിയിട്ട് ഞാൻ അവിടെ പോയി ആ കുട്ടികളെ എല്ലാവരും സപ്പോർട്ട് ചെയ്യാൻ വേണ്ടിയിട്ട് ഞാനും പോയിട്ടുണ്ടായിരുന്നു. അപ്പൊ അന്ന് ചിത്രാമ്മ അവിടെ വന്നു. അപ്പൊ ചിത്രാമ്മ അവിടെ വന്ന് ഞാൻ ചിത്രാമ്മേന്റെ അടുത്ത് ഇങ്ങനെ പോവുക. ചിത്രാമ്മയ്ക്ക് എന്നെ അറിയാൻ എന്തെങ്കിലും വഴിയുണ്ടോ? ഒരു വഴിയില്ല. ഞാൻ ചിത്രാമ്മേന്റെ അടുത്ത് പോയി, ചിത്രാമ്മ ഒരുപാട് സന്തോഷം, ഞാൻ കാലിലോട്ട് തീർത്ഥക്കുട്ടിയല്ലേന്ന് ചോദിച്ചു. ഞാനത് കേട്ടിട്ട് ഞാൻ എങ്ങനെയാ എന്നെ ഓർമ്മ ഉണ്ടാവുക. എന്നിട്ട് പറഞ്ഞു ഞാൻ ഇതില് കണ്ടു, പോസ്റ്ററിൽ കണ്ടു, ചിലപ്പോ ടോപ്പ് സിംഗറിൽ പാട്ടിട്ട് കണ്ടിട്ടുണ്ടാവുമായിരിക്കാം, അറിയില്ല. അപ്പൊ സ്റ്റാർ സിംഗറിന്റെ ഓഡീഷന് പോയിരുന്നോ എന്ന് ചോദിച്ചിട്ടുണ്ടായിരുന്നു. ഞാൻ പറഞ്ഞു ആ പോയിട്ട് ചിത്രാമ്മ സെലക്ഷൻ ആയിട്ടുണ്ട്, ഞങ്ങൾക്ക് ഓഡീഷൻസ് ഞാനുണ്ട് എന്ന് പറഞ്ഞു. ചിത്രം പറയാ അപ്പൊ അന്ന് കാണാൻ നമുക്ക് പറഞ്ഞു. അപ്പൊ അതൊരു വലിയൊരു മൊമെന്റ് ആണ്. അത് അന്ന് ഏത് പാട്ടായിരുന്നു ചിത്രയുടെ മുന്നിൽ പാടിയത്? ഓഡീഷന് ഞാൻ പാടിയത് മനസ്സിലുണരു ആദ്യത്തെ പാട്ട്. 3 പാട്ടുകളുണ്ടായിരുന്നു. ദിൽ ചീസ് ക്യാ ഹെ, പിന്നെ മയ്യ മയ്യ, 3 പാട്ടുകളായിരുന്നു. ഈ എന്താ പറയാ, ഇപ്പൊ ഒരുപാട് റിയാലിറ്റി ഷോസ് ഒക്കെ ചെയ്തിട്ടുണ്ടായിരുന്നല്ലോ. ഇപ്പൊ ചില ആൾക്കാർക്ക് ഫസ്റ്റ് സ്റ്റേജ് എപ്പോഴും ഒരു പേടിയാണ്. സത്യം പറഞ്ഞാൽ അത് മോൾക്ക് സെയിം ആയിരുന്നു. പേടിയാണ്, ഒരു കോൺഫിഡൻസ് ഉണ്ടായിരുന്നു, അതൊരു പേടി, ഒരു ഫിയർ ആയിരുന്നു ഫസ്റ്റ് സ്റ്റേജ് എന്ന് പറയുമ്പോ. ഇപ്പൊ ഫസ്റ്റ് എന്തായാലും ഇപ്പൊ പാടുകയാണെങ്കിലും പേടിയുണ്ട്, അത് ഏത് സ്റ്റേജിൽ പാടുകയാണെങ്കിലും ഉണ്ടാവും അത്. പക്ഷെ അതിനെ ഓവർകം ചെയ്യുക, നമ്മളും മ്യൂസിക്കും മാത്രമായിട്ടുള്ളൊരു ആ ഒരു സ്റ്റേജ് എത്തുമ്പോഴേ നമുക്ക് ആ പേടിയുള്ള സാധനം പോവുള്ളൂ. അപ്പൊ ടോപ്പ് സിംഗറിലെ സമയത്ത് ഞാൻ എന്താ പറയാ കുറച്ച് ഭയങ്കരമായിട്ട് അത്ര കോൺഫിഡന്റ് ആയിട്ടല്ലായിരുന്നു പാടിക്കൊണ്ടിരുന്നത്. ടോപ്പ് സിംഗർ കഴിഞ്ഞപ്പോ തൊട്ട് ഞാൻ കുറച്ചും കൂടെ മ്യൂസിക്കിനെ ഇഷ്ടപ്പെടാൻ തുടങ്ങി. അതൊരു കോമ്പറ്റീഷൻ ആയിട്ടായിരുന്നു. കുറച്ചും കൂടെ മ്യൂസിക്കിനെ ഇഷ്ടപ്പെടാൻ തുടങ്ങി. എനിക്ക് കുറച്ചും കൂടെ ഞാൻ എന്താന്ന് കുറച്ചുകൂടെ പ്രൂവ് ചെയ്യണം എന്നുള്ളൊരു സാധനം വന്നു.
നന്നായിട്ട് പ്രാക്ടീസ് ചെയ്യാൻ തുടങ്ങി. ഞാൻ കുറെ കേൾക്കാൻ തുടങ്ങി. എനിക്ക് ഇഷ്ടപ്പെട്ട ജോണസ് ഞാൻ കുറച്ച് ടൈപ്പ് കാസ്റ്റ് ചെയ്യപ്പെട്ടിട്ടുണ്ടായിരുന്നു. കുറച്ച് ക്ലാസിക്കൽ മാത്രമായിട്ട് നല്ലതാ. അപ്പം പക്ഷെ അതിന് ഇറങ്ങിയതിന് ശേഷമാണ് ഇതല്ല, ആ കോമ്പറ്റീഷൻ അല്ല മ്യൂസിക് എന്ന് എനിക്ക് മനസ്സിലായത്. ഞാൻ കുറെ അല്ലാത്ത ജോണേഴ്സ് കേൾക്കാനും പാടാനും ഗസൽസ് കുറെ കേൾക്കാനും പാടാനൊക്കെ തുടങ്ങി. എനിക്കൊരു ബാൻഡൊക്കെ ഞാൻ ഉണ്ടാക്കിയിട്ടുണ്ടായിരുന്നു ആ സമയത്ത്, പീയൂഷ് എന്ന് പറഞ്ഞിട്ട്. അപ്പൊ അതൊക്കെ ഞാൻ ആ സമയത്ത് ഞാൻ എന്നെ തന്നെ നല്ലോണം പ്രിപ്പയർ ചെയ്യുന്നുണ്ടായിരുന്നു. എന്തോ പാട്ടില്ലാണ്ട് എനിക്ക് ജീവിക്കാൻ പറ്റില്ല എന്നുള്ള ഒരു സാധനത്തിലേക്ക് അതിലേക്ക് ഞാൻ എത്തിയത് ആ ഒരു ടൈമിലാണ്. അപ്പം അത് കഴിഞ്ഞിട്ടാണ് സ്റ്റാർ സിംഗർ വരുന്നത്. അപ്പോൾ ഫസ്റ്റ് സ്റ്റേജിൽ നിൽക്കുമ്പോൾ എന്തായാലും ഇത് എനിക്ക് കിട്ടിയ ഓപ്പർച്യൂണിറ്റിയാണ്, അത് നന്നായിട്ട് യൂട്ടിലൈസ് ചെയ്യണം എന്ന് എന്തായാലും ഉണ്ടായിരുന്നു. അപ്പൊ ആ പേടി പോവും. അപ്പൊ പേടി ഉണ്ടായിരുന്നില്ല. സർഗോസ് സാറിന്റെ കൂടെ എക്സ്പീരിയൻസ് എങ്ങനെയായിരുന്നു? ഞാൻ പറയുകയാണെങ്കിൽ സാറെന്ന് പറഞ്ഞാൽ ഭയങ്കരമായിട്ട് എന്താ പറയാ റെസ്പെക്ട് ചെയ്യുന്ന ആളാണ്. സാർ ഭയങ്കര ഒരു ഇൻസ്പിറേഷനാണ്. നല്ലോണം തല്ലൊക്കെ കൂടും. അങ്ങനെ ഒരു ഇതായിരുന്നു. 10th വരെ അത്ര നല്ലൊരു ഇതല്ല. ബുള്ളിങ്ങും അങ്ങനെയൊക്കെ പ്യൂരിറ്റി ഉള്ള പോലെ ആയിരുന്നു കണ്ടാ തോന്നുന്നത്. പക്ഷെ മെച്ചുവേർഡൊന്നുമല്ല, അങ്ങനെ അഭിനയിക്കായിരുന്നു. ഈ സംഗീതമേ അമര സല്ലാപമേ, സംഗീതമേ അമര സല്ലാപമേ,